ഇന്നത്തെ കഥ എന്താണെന്ന് അറിയാവോ? കുറച്ചധികം ദിവസമായിട്ട് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് സുഹൃത്തുക്കളെ പറ്റി എന്താ ഒരു കഥ പറയാത്തതെന്ന്. എന്നാൽ പിന്നെ ഞാൻ കരുതി അതൊരു സീരീസ് ആയിട്ട് അങ്ങ് തുടങ്ങാമെന്ന്. നമ്മൾ ഓരോരുത്തരുടെയും കൂട്ടത്തിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടാകും. അങ്ങനെ എന്റെ കൂട്ടത്തിലെ ഒരാളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ട് ഒരിക്കലും അത് നടപ്പിലാക്കാത്ത ഒരുത്തൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കഥ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ട് മുങ്ങി നടന്ന സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഒരു മീൻ പൊള്ളിച്ചതുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുടെ വീട്ടിൽ വച്ചുണ്ടാക്കാൻ ഒന്നും കാണില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് കരുതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം വിനീഗർ, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അരപ്പ് റെഡിയായി. ഇനി വരാൻ പോകുന്ന സുഹൃത്തിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും വി സ്റ്റോർ മൊബൈൽസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഫൗണ്ടറാണ് നമ്മുടെ ഈ പ്ലാനിംഗ് വിദഗ്ധനായിട്ടുള്ള അൻസാർ. കക്ഷി ഒരു ചെറിയ വണ്ടി ഭ്രാന്തൻ കൂടെയാണ്. അത് നിങ്ങൾക്ക് പുള്ളിയുടെ വണ്ടി കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അൻസാർ. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി, BMW Z4. പക്ഷെ ഞാൻ വിളിക്കുന്നത് ബട്ടർഫ്ലൈ വണ്ടി എന്നാണ്. വേറൊന്നും കൊണ്ടല്ല, ആ സൗന്ദര്യം കണ്ടിട്ട് തന്നെ. അങ്ങനെ അൻസാറിക്ക മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്തതുപോലെ നേരെ മൂപ്പരുടെ വീട്ടിലേക്ക് വിട്ടു. കൂടെ പോകുന്ന വഴിക്ക് പൊള്ളിക്കാനുള്ള മീനും വാങ്ങണം. പ്രായം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും അൻസാർ ശരിക്കും ഞങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൂടെയാണ്. ഹാർഡ് വർക്കിലൂടെ അൻസാറും കൂട്ടുകാരും ചേർന്ന് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 5ഓളം മൊബൈൽ സ്റ്റോറുകളാണ് തുറന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പൊള്ളിക്കാനായിട്ടുള്ള കിളിമീൻ അഥവാ ചിന്നുവിന്റെ പുതിനാട്ടി കടലയും മേടിച്ച് നേരെ അൻസാറിന്റെ വീട്ടിലേക്ക് വിട്ടു. ഒട്ടും വച്ച് താമസിപ്പിക്കാതെ ഞങ്ങൾ രണ്ടാളും കൂടെ മീൻ പൊള്ളിച്ചതുണ്ടാക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന അരപ്പെടുത്ത് നേരെ നമ്മുടെ മീനിലേക്ക് പുരട്ടി. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയിട്ട് പൊരിക്കാൻ വെച്ചു. അതവിടെ കിടന്ന് പൊരിയുന്ന സമയം കൊണ്ട് ഞങ്ങൾ പോയി മീൻ പൊതിയാനായി വാഴയില മുറിച്ചുകൊണ്ടും വന്നു. മീൻ എടുത്തു മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് അല്പം ചെറുതായി മുറിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു 2 സവാളയും അത്യാവശ്യത്തിന് ഉപ്പും ഇട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം മാത്രം മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ഇട്ട് പച്ചമണം മാറ്റിയെടുത്തിട്ട് 2 തക്കാളി കൂടെ ഇട്ട് കൊടുത്ത് ഉടച്ചെടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് അല്പം തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ മീൻ പൊള്ളിച്ചതിന്റെ മസാലയും റെഡിയായി കിട്ടും. ഇനി നമുക്ക് വാഴയിലയിലേക്ക് ആദ്യം മസാല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിന്റെ പുറത്തേക്ക് വെക്കാം. വീണ്ടും ഒരു ലെയർ കൂടെ മസാല സ്പ്രെഡ് ചെയ്ത് ഇല പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് കെട്ടി എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് വെച്ച് പൊള്ളിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിൽ ഇതാ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയായിരിക്കുന്നു. പിന്നെ ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ ഫുഡും എടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് വിട്ടു. നല്ല ഉഗ്രൻ കിളിമീൻ പൊള്ളിച്ചതും കൂടെ നമ്മുടെ ഷെഫ് പിള്ളയുടെ നെയ്ച്ചോറും കൂട്ടി ട്രെയിൻ പോകുന്നതും കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ വല്ലാത്തൊരു രസം തന്നെയായിരുന്നു. അല്ലെങ്കിലും ഈ കൂട്ടുകാരുമൊത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി സൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വല്ലാത്തൊരു മൂടാണ്. അതിനിപ്പം മദ്യത്തിന്റെയോ ലഹരിയുടെയോ ആവശ്യമൊന്നും വേണമെന്നുമില്ല. വാതോരാതെ സംസാരിക്കാനും അതെല്ലാം കേട്ടുകൊണ്ടിരിക്കാനും കുറച്ച് നല്ല ചങ്ങായിമാരുണ്ടായാൽ മതി. എന്താ ശരിയല്ലേ? അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.